ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിൻ്റെ ബേസിസിൽ ഇന്ന് എനിക്കൊരു ട്രേഡ് എൻട്രി കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് 4 ഹവറിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. അതിനുശേഷം നമുക്ക് അറിയാം എന്താണ് എല്ലാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം ഒരു പുൾ ബാക്ക് ഫേസ് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ നമുക്ക് 4 ഹവറിൽ പുൾ ബാക്ക് ഫേസ് ആണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 15 മിനിറ്റ്സിലേക്ക് പോയപ്പോൾ നമുക്കറിയാം പുൾ ബാക്ക് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് 15 മിനിറ്റ്സിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടത്തിയതിന് ശേഷം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് കിട്ടുകയാണെങ്കിലാണ് നമുക്കവിടെ പുൾ ബാക്ക് ഫേസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് മനസ്സിലാവാം. അല്ലെങ്കിൽ പുൾ ബാക്ക് ഫേസിൽ നമുക്ക് കൗണ്ടർ ട്രേഡ്സ് എടുക്കാൻ പറ്റാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 15 മിനിറ്റ്സിൽ എനിക്കൊരു ക്ലിയർ ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് ന്യൂ ഹയർ ഹൈ ഫോം ചെയ്തു. ഇനി ഇതാണ് നമ്മളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിലേക്ക് ഈ ഒരു പോയിന്റ് ആണ് എൻ്റെ സ്വിംഗ് ലോ, ഈ ഒരു പോയിന്റ് ആണ് എൻ്റെ 15 മിനിറ്റ്സിൻ്റെ സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഇതാണ് സ്ട്രക്ചർ. ഇനി അടുത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഫിബൊനാച്ചി ടൂൾ ഞാൻ വെച്ചു. ഈ ഒരു 50 എനിക്കിനി ബൈ ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് ന്യൂ ഹയർ ഹൈ ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബൈ ട്രേഡ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് പ്രൈസ് റീട്രേസ് ചെയ്ത് പുൾ ബാക്ക് ചെയ്ത് ഈ ഒരു 50%ൻ്റെ താഴെ ഡിസ്കൗണ്ട് സോണിലുള്ള ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്നതിന് ശേഷം റിയാക്ട് ചെയ്യണത് എങ്ങനെയാണോ നോക്കണ്ടേ. അതിൻ്റെ ബേസിസിൽ നമുക്ക് ബൈ ട്രേഡ് എടുക്കാം എന്നാണ് ഇന്ന് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ പ്രൈസ് താഴോട്ട് വന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പ്രൈസ് എത്തി. ഓക്കെ, ഈ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പ്രൈസ് എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സിലേക്ക് ഞാൻ പോയി. 3 മിനിറ്റിൻ്റെ ചാർട്ടിലാണ് ഞാൻ എൻട്രി എടുത്തതെന്ന്. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ടുള്ള എൻ്റെ ഈ ഒരു അപ്പ് കാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടി, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻട്രി വെച്ചത് ഈ ഒരു 50% ലെവലിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഡിമാൻഡ് സോണിൻ്റെ താഴെയായിട്ടും ടേക്ക് പ്രോഫിറ്റ് നമ്മുടെ 15 മിനിറ്റ്സിൻ്റെ ഹയർ ഹൈൻ്റെ മേലെ ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എക്സിക്യൂട്ടായി. അതിനുശേഷം നോക്കാം, നമുക്ക് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇന്നത്തെ ട്രേഡ് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 4 ഹവറിൻ്റെ ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ട് നോക്കി. അതിൽ നമുക്ക് പുൾ ബാക്ക് ഫേസ് ആയതുകൊണ്ട് കൗണ്ടർ ട്രെൻഡ് എടുക്കാം. ഇപ്പോൾ 4 ഹവറിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് കൗണ്ടർ ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ആണ്. അത് കഴിഞ്ഞ് 15 മിനിറ്റ്സിൽ ഞാൻ ക്ലിയർ ആയിട്ടുള്ള അപ് ട്രെൻഡ് കണ്ടു. എൻ്റെ ഒരു ഡിസ്കൗണ്ട് സോണിൽ ഡിമാൻഡ് സോണിൽ എത്തിയതിന് ശേഷം ഞാൻ ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള നമുക്കത് 1 മിനിറ്റോ 5 മിനിറ്റ്സോ 3 മിനിറ്റ്സോ ഏത് വേണമെങ്കിലും നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ചെയ്തിട്ടുള്ളത്, നമുക്ക് ഏതാണോ പറ്റിയത് ആ ടൈം ഫ്രെയിം എടുക്കാം. ഇവിടെ ഞാൻ 3 മിനിറ്റ്സ് ആണ് നോക്കിയത്. അവിടെ എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ ഞാൻ അവിടെ ആ ഒരു ഡിമാൻഡ് സോണിൽ ബൈ എടുത്തു. ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും അതിനനുസരിച്ചിട്ട് വെച്ചു.